പിന്നെ ജോർജ് കിത്തു എന്ന ഡയറക്ടറുടെ ആധാരം സിനിമയൊക്കെ ചെയ്ത ജോർജ് കിത്തു, അദ്ദേഹത്തിന്റെ ഒരു സിനിമയാണ് ശ്രീരാഗം. ശ്രീരാഗം അന്ന് അങ്ങനെ വലിയ വിജയമൊന്നല്ലായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ തിയേറ്ററിൽ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയതെന്ന് എനിക്കൊരു ഓർമ്മയുണ്ട്. അത് തൃശ്ശൂർ ബിന്ദു തിയേറ്ററിലാണ് ഇറങ്ങിയത്, എനിക്ക് ഓർമ്മയുണ്ട്. ഞാനൊക്കെ അത് കാസറ്റാണ് ആ ഒരു സിനിമ കണ്ടിരിക്കുന്നത്. അതിൽ ബിന്ദു ജമേനോനാണ് നായികയായിട്ടുള്ളത്. പിന്നെ സുധീഷ് ഉണ്ട്, ഗീതയുണ്ട്, നെടുമുടി വേണു, സുകുമാരി, വലിയ സ്റ്റാർ കാസ്റ്റ് ആണ് അത്. പക്ഷെ ആ സിനിമ അന്ന് ഒരു സീരിയസ് മൂഡിലുള്ള സിനിമ. എനിക്ക് തോന്നുന്നു ഇതുപോലെ ജയറാം എന്ന് ഒരു കൊലപാതകമോ ജയിലിൽ പോകണതോ അങ്ങനെ എന്തോ ഒരു കഥയാണ് ഞാൻ കുറേ മുമ്പ് കണ്ടിട്ടുള്ളതാണ്. അതിൽ പാട്ടുകൾ, തിരക്കടില്ലാത്ത കുറച്ച് പാട്ടുകൾ ആ സിനിമയിലുള്ളതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ചിത്രഗീതത്തിലൊക്കെ അതിലെ പാട്ടുകൾ കാണിച്ചിരുന്നതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പിന്നെ മിന്നാമിനുങ്ങിന് മിന്നുംകെട്ട്, തുളസിദാസ്. രാജസേനൻ പോലെ തന്നെ ജയറാമിന് കുറെ കോമഡി സിനിമകൾ, അത്യാവശ്യം ഹിറ്റ് സിനിമകൾ കൊടുത്തിട്ടുള്ള ഡയറക്ടറാണ് തുളസിദാസ്. മിന്നാമിനുങ്ങിന് മിന്നുംകെട്ട്, ജയറാം, ശോഭന, തിലകൻ, ജഗദീഷ്, നല്ല രസകരമായിട്ടുള്ള സിനിമയാണ്. അത് ഞാൻ തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടുള്ള സിനിമയാണ്. തൃശ്ശൂർ സ്വപ്ന തിയേറ്ററിലാണ് ആ ഒരു സിനിമ ഞാൻ കണ്ടിട്ടുള്ളത്. അത് 1995 മെയ്യിലാണ് ആ ഒരു സിനിമ റിലീസ് ചെയ്യണം. അതായത് ആ ഒരു വിഷു സീസൺ കഴിഞ്ഞിട്ട് ആ ഒരു മെയ് സീസണിലാണ് ഇറങ്ങിയത്. അത് കുറച്ചു കാലം തിയേറ്ററിൽ അത്യാവശ്യം നന്നായിട്ട് ഓടിയ ഒരു സിനിമയാണ്. എനിക്കൂടെ ആദ്യത്തെ കൺമണിയും അനിയമ്പാവ് ചട്ടമ്പാവ് പോലെ വലിയൊരു സൂപ്പർ ഹിറ്റ് അല്ല, അതുപോലത്തെ ഒരു ബ്ലോക്ക് ബസ്റ്റർ അല്ല, പക്ഷെ ഹിറ്റായിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു. പിന്നെ വൃദ്ധന്മാരെ സൂക്ഷിക്കുക. വൃദ്ധന്മാരെ സൂക്ഷിക്കുക സുനിൽ, മാനത്തെ കൊട്ടാരവും ഗാന്ധാരിയൊക്കെ ചെയ്തിട്ടുള്ള സുനിലിന്റെ സിനിമ. അത് ശരിക്കും കുറെ വൃദ്ധന്മാരും പിന്നെ ദിലീപും ഹരിശ്രീ അശോകനും ഖുഷ്ബു ഒക്കെയാണ് ആ ഒരു സിനിമയുടെ പ്രധാന കഥാപാത്രം. ജയറാമ നമുക്ക് അതിലൊരു എക്സ്റ്റൻഡഡ് ക്യാമിയോ എന്ന് വേണമെങ്കിൽ പറയാം. ത്രൂ ഔട്ട് റോൾ അല്ല, ഒരു ജയറാമ കുറച്ചൊരു ആക്ഷൻ മൂഡൊക്കെ ഉള്ള ഒരു സിനിമ, ഒരു റോളാണ് ചെയ്തിരിക്കുന്നത്. അത് അത്യാവശ്യം ഓടിയ ഒരു സിനിമ തന്നെയായിരുന്നു. പക്ഷെ അത് ജയറാമിനെക്കാട്ടും കൂടുതൽ എനിക്ക് തോന്നുന്നു ഹരിശ്രീ അശോകനും അതുപോലെ തന്നെ ദിലീപിനൊക്കെയാണ് ആ സിനിമ ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുള്ളത്.